ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കുറച്ച് താമസിച്ച് പോയി. കാര്യം ചെന്നൈയിലായിരുന്നു. 2 പ്രാവശ്യം ചെന്നൈ പോകേണ്ടി വന്നു. കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ റൂം ക്ലീനിങ് ആയിരുന്നു. അതൊരു 10 ദിവസം അങ്ങനെ പോയി. സുഖമില്ലാണ്ട് വന്ന് അതൊരു 3-4 ദിവസം അങ്ങനെ പോയി. ക്ലീനിങ്ങിൽ പൊടിയെല്ലാം കയറി ഭയങ്കര പ്രശ്നമായി. ഇന്നത്തെ വീഡിയോ ട്രാൻസിസ്റ്റർ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ആയാലും നമ്മൾ ഓഡിയോ എക്യുപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ മെറ്റൽ ട്രാൻസിസ്റ്റർ ആയാലും പ്ലാസ്റ്റിക് ടൈപ്പ് ആയാലും, അതായത് ആംപ്ലിഫയറുകളിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ട്രാൻസിസ്റ്ററും നമ്മൾ പെട്ടെന്ന് അതിൻ്റെ NPN എങ്ങനെയാണ്, ഏതാണ് PNP എങ്ങനെയാണ്, ഏതാണ് NPN ഏതാണ് PNP, നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിളിൽ നോക്കും, അല്ലെങ്കിൽ ബുക്ക് എടുത്ത് നോക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം. മീറ്റർ വേണ്ട, ഒന്നുമില്ലാണ്ട് നമ്മൾ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് ക്ലോസപ്പിൽ കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററുകൾ. അപ്പോൾ ഇതിനകത്ത് ഒരു നമ്പർ എടുക്കുക. C4468 B1559 C5198 D2550 2560. ഇത് എല്ലാവർക്കും അറിയാവുന്ന നമ്പറാണ്. നമ്മൾ ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ. C3281, പിന്നെ A1943. ഇത് A1302 C3200 B649 A1015. ഏറ്റവും ചെറിയ ട്രാൻസിസ്റ്റർ. ഇതതിൻ്റെ വലുത്, ഇതതിൻ്റെ വലുത്. A940 C2073, ഇതൊരു പെയർ. C1586 A909. ഇപ്പോൾ നമുക്ക് എയും സിയും ഫസ്റ്റ് എടുക്കാം. ഓക്കെ, എ സി. അതിനകത്ത് എ വരുന്നത് PNP, സി വരുന്നത് NPN. വിശദമായിട്ട് ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ്. എ വരുന്നത് NPN ഫീമെയിലായിട്ട് എടുത്തോ, PNP ഫീമെയിലായിട്ട് എടുത്തോ, NPN മെയിലായിട്ട് എടുത്തോ. എന്നുവെച്ചാൽ ഇത് പോസിറ്റീവ് സപ്ലൈ സപ്പോർട്ട് ചെയ്യണത്, ഇത് നെഗറ്റീവ് സപ്ലൈ സപ്പോർട്ട് ചെയ്യണത്. അങ്ങനെയൊന്നുമില്ല, ആംപ്ലിഫയറിൽ മാറി മാറി വരും, എന്നാലും കോമൺ ആയിട്ട് അങ്ങനെ തന്നെയാണ് ഇത്. അതുപോലെ തന്നെ BD DB 1647 2560. ഇതിന് പെണ്ണായിട്ട് ഇത് B ആണെങ്കിൽ അത് PNP ആയിരിക്കും, D ആണെങ്കിൽ അത് NPN ആയിരിക്കും. അപ്പോൾ ഇതാണ്, ഇത് പെണ്ണ് അല്ലേ. അപ്പോൾ അത് ഏത് ട്രാൻസ്ഫർ ആണെങ്കിലും അതിലൊരു മാറ്റം വരില്ല, ഏത് നമ്പറാണെങ്കിലും. ഇത് D718. ഇത് കോമൺ ആയിട്ട് ആംപ്ലിഫയറിലൊക്കെ യൂസ് ചെയ്യണം. കാർ ആഡിയോയിൽ മെയിനായിട്ട് യൂസ് ചെയ്യണ നമ്പറാണിത്. 718 DB688. അപ്പോൾ ഇതിനകത്ത് ഇത് PNP, ഇത് NPN, മാറ്റമില്ല. നമുക്കത് കൺഫേം ചെയ്യാം. ഓക്കെ, അതിനകത്ത് അതേപോലെ തന്നെ ഇതിനകത്തെല്ലാം എയും സിയും മാത്രമേ ഉള്ളൂ. എ എ എ എ സി 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 സി
അതുപോലെ തന്നെ 2N അതുപോലത്തെ ഒന്നും നമുക്കിതുപോലെ ബ്ലൈൻഡായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നെറ്റിൽ നോക്കണം, അല്ലെങ്കിൽ ബുക്കിൽ തന്നെ നോക്കണം. 2000 വാങ്ങിയ ബുക്കാണ്. 2000 എൻ്റെ സുവർണകാലം എന്ന് പറയാം. ഓടികൾ നമ്മൾ മദ്രാസിൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാണ്ട് നമ്മൾ പണിയെടുത്ത സമയമാണ്. അപ്പോൾ അത് നോക്കിയോ, ഗ്ലെയർ അടിക്കും, അതൊരു പ്രശ്നമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? തുടക്കം മുതലേ നോക്കാം. എ ട്രാൻസിസ്റ്റർ തുടങ്ങുകയാണ്. 2SA 15 64 74 79 നോക്കി. PNP ഉണ്ടോ? എല്ലാം PNP ആണ് കേട്ടോ. ഇതിനകത്ത് NPN ഒന്നും വന്നില്ല, എല്ലാം A ആണ്. ഇത് കുറച്ചൊരു 10 പേപ്പർ മാറ്റണമുണ്ട്. 939 940 940 ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫറാണ്. 150 വോൾട്ട് 1.5 ആംപിയർ 25 വാട്ട്. അതിൻ്റെ ഈക്വലൻ്റ്, അതിൻ്റെ പാക്കേജ്, ഇതെല്ലാം നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫറുകളാണ്. നമ്മളിവിടെ നോക്കിയ ട്രാൻസ്ഫർ A909 A909 909 ഇതിനകത്തില്ല. കാണുന്നുണ്ടോ? A909 PNP സിലിക്കൺ. PS മീൻസ് PNP സിലിക്കൺ. ഇതൊക്കെ അതിൻ്റെ പാക്കേജാണ്. 200 വോൾട്ട് 6 വോൾട്ട് 15 ആംപിയർ, ബേസ് 6 വോൾട്ട് 15 ആംപിയർ. ഇതാണ് ആ ട്രാൻസിസ്റ്റർ. USA909 USA909 അല്ല, PNP സിലിക്കൺ. ഇനി അടുത്തത് A കഴിഞ്ഞില്ല, നമുക്കിനി അടുത്തത് സിയിലേക്ക് പോവാം. അതിൻ്റെ പെയർ C. C 1586. അതൊരു പെയറാണ്, കാരണം രണ്ടും ഒരേപോലെ ആയിരിക്കും വോൾട്ടേജ് എല്ലാം. 2SC 1586 NPN സിലിക്കൺ. ഇതിൻ്റെ പാക്കേജ്, വോൾട്ടേജ് 250 വോൾട്ട് 200 വോൾട്ട് 6 വോൾട്ട് 5 ആംപിയർ. അത് കളക്ടർ വോൾട്ട്, എമിറ്റർ, ബേസ്, ആംപിയർ. അതൊരു പെയർ ആയതുകൊണ്ട് രണ്ട് ഈക്വലായിരിക്കും ആംപിയറെല്ലാം. ഓക്കെ, അപ്പോൾ C NPN ആണ്. ഇനി അടുത്തത് കാണുന്നുണ്ടോ നമ്പർ? D718 B688 നോക്കാം. ആദ്യത്തത് D718. NPN. ഓക്കെ, 718.
NPN. ഇനി ബി നോക്കാം. ബി 688. PNP. ഇപ്പോൾ ബി വന്ന PNP അല്ലേ? നേരത്തെ പറഞ്ഞ ശരിയാണോ നോക്ക്. അപ്പോൾ ഇത് ഞാനൊരു ഷോർട്ടായിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഏത് നമ്പർ ആയിക്കോട്ടെ, ബി ഫസ്റ്റ് ലെറ്റർ അല്ലേ, പഠിക്കാൻ എളുപ്പമാണ്. CD രണ്ടും ഓർമ്മ വെക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പഠിക്കാനായിട്ട്. ഫസ്റ്റ്, സെക്കൻഡ്. ഇതെങ്ങനെ പെട്ടെന്ന് ഓർമ്മ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീമെയിൽ ഫസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടില്ല, ചായ കൊടുക്കാൻ നേരത്ത് എന്താ പറയുക, ലേഡീസ് ഫസ്റ്റ് എന്ന് പറയില്ല. ആ ഓർമ്മ വെച്ചാൽ മതി അല്ലേ? അപ്പോൾ AB അത് പെണ്ണ്, ABCD ഈ ഒരു ഓർമ്മ വെച്ചാൽ മതി. ലേഡീസ് ഫസ്റ്റ് ആ ഒരു ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ A ആണെങ്കിലും B ആണെങ്കിലും അത് പെണ്ണായിരിക്കും, C ആണെങ്കിലും D ആണെങ്കിലും അത് ആണായിരിക്കും. അതായത് ഇത് അത് എഴുതിയില്ലല്ലോ, സോറി. PNP ഇത് NPN. ഓക്കെ അല്ലേ? NPN PNP. ഓക്കെ, ഇത് നിറയെ ടെക്നീഷ്യന്മാർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ടെക്നീഷ്യന്മാർക്കും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ABCD അത്രയേ ഉള്ളൂ. NPN PNP. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഏടാ ഇപ്പുറത്ത് PNP എഴുതിയിട്ടുണ്ടാവും, നോക്കിക്കോ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഉണ്ടോ? ഇത് എല്ലാം PNP. PNP ശരിയല്ലേ? നോക്കിക്കോ. ഇത്രയും പേപ്പർ ഞാൻ മറിക്കണേ. ഉണ്ടോയെന്നറിയില്ല അവിടെ. Bയിലേക്ക് പോയി. ഇത്രയും പേപ്പർ മറിക്കുകയാണ്. അതുകൊണ്ട് ഒരു 10-25 പേപ്പറുണ്ട് ഷീറ്റ്. ഉണ്ടോ? PNP. ഓക്കെ, PNP. ഇനി അടുത്തത് Bയിലേക്ക് പോവാണ്. തീർന്നിട്ടില്ല. PNP എല്ലാം PNP. അടുത്ത Bയിലേക്ക് വന്നു. PNP ആണോ? PNP അല്ലേ? ഫീമെയിൽ PNP. 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 ഒത്തിരി പേപ്പറാണ് തിരിക്കണം കേട്ടോ.
അടുത്തത് സിയിലേക്ക് വന്ന് സി എൻ പി എൻ. ഓക്കെ, സി എൻ പി എൻ മെയിൽ, സി എൻ പി എൻ. അപ്പോൾ എ ഇതൊരു പെയർ തന്നെ ഇങ്ങനെയാണ്, എ സി ബി ഡി അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതൊരു പെയർ പി എൻ പി എൻ പി എൻ, സി സി എൻ പി എൻ, സി എൻ പി എൻ. ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് സി ആയിരിക്കുള്ളൂ. എൻ പി എൻ, 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 സി 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 എൻ പി എൻ, സി എൻ പി എൻ, സി സി സി. അടുത്തത് സി തീർന്നു, ലാസ്റ്റ് വരെ എൻ പി എൻ തീർന്നു. അടുത്തത് ഡി, എ ബി സി ഡി, ഡി എൻ പി എൻ. അവിടെ ഡി എൻ പി എൻ മേൽ. ഓക്കെ, അപ്പോൾ ഡി എൻ പി എൻ, ഡി എൻ പി എൻ, ഡി എൻ പി എൻ, ഡി എൻ പി എൻ. ബുക്ക് തീർന്നു, ലാസ്റ്റ് ഡി എൻ പി എൻ. അപ്പോൾ ഡി എൻ പി എൻ ബോറടിക്കും. ഓക്കെ, അപ്പോൾ എ സി ഇതൊരു പെയറിലോ, ബി ഡി ഒരു പെയറിലോ, എൻ പി എൻ പി എൻ പി പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.